അതെ, ഇന്നെന്താ പരിപാടി എന്നല്ലേ പറയാട്ടോ. ഇത് നമ്മളെ പച്ചരി ആട്ടോ, കുതിർത്ത് വെച്ചതാണ് ഒരു 2-3 മണിക്കൂർ. പിന്നെ ഇത് നമ്മളെ പുട്ടിൻ്റെ പൊടിയാട്ടോ. ഒരു ഗ്ലാസിൻ്റെ അടുത്ത് പുട്ടിൻ്റെ പൊടിയും 1/4 കിലോ പച്ചരിയും, അതിലേക്ക് ഞാൻ 1 സ്പൂണോളം വലിയ ജീരകാട്ടോ ഇട്ടത്. അതിന് ശേഷം നമ്മുടെ പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ. പുട്ട് കുഴയ്ക്കുന്ന പോലെയല്ല, കുറച്ച് നനച്ച് വയ്ക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് വയ്ക്കുക കേട്ടോ. പുട്ടുപൊടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ പച്ചരിയില്ല, പച്ചരിയിൽ ഞാൻ 1/4 കിലോ പച്ചരിയിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഇപ്പം പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ, നല്ല രീതിയിൽ തന്നെ. അപ്പം മിക്സിയിലൊന്നും അരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടൈറ്റ് ആവാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അമ്മിയിൽ അരയ്ക്കുകയോ. ഞാൻ അമ്മിയിലാട്ടോ അരയ്ക്കുന്നത്. നല്ല ഒറോട്ടിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല ഒറോട്ടിക്കും നമുക്ക് അടയ്ക്കൊക്കെ നമ്മൾ അരി അരയ്ക്കൂലേ, അതുപോലെ അരച്ചെടുക്കണം. പിന്നെ പച്ചരി തന്നെ ആയതുകൊണ്ട് അമ്മിയിൽ അരയ്ക്കാൻ എളുപ്പമാട്ടോ, പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, അധികം പാടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഇവിടെ വെളിച്ചം കുറവാണല്ലോ അല്ലേ. നല്ല വെളിച്ചം കുറവാണ്. അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടും അവിടെ വെളിച്ചം കുറവാണ്. കാരണം വൈകുന്നേരം ആയിട്ടുണ്ട്, അപ്പോഴാണ് അരയ്ക്കുന്നത്. അപ്പം ഒന്നാമത് വോൾട്ടേജ് കുറവാട്ടോ. അപ്പോൾ ആ സമയത്ത് അരയ്ക്കുമ്പോൾ അവിടെ വെളിച്ചം കുറവാണ്. അപ്പം മിക്സിയിൽ അരയ്ക്കാത്തതുകൊണ്ട്. പിന്നെ ഗ്രൈൻഡറൊന്നുമില്ല കേട്ടോ, കാര്യം പറയുന്നത് എന്താ, ഗ്രൈൻഡറൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ളതൊക്കെ അമ്മിയിൽ തന്നെയാട്ടോ അരയ്ക്കുക. അപ്പം നല്ല അടയൊക്കെ ഇതാക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ അരയ്ക്കണം. ഞാൻ വേഗം അരയ്ക്കട്ടെ. പിന്നെ അരച്ചിട്ട് ഞാനിത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. ഏത് രീതിയിലാണെന്ന് കണ്ടില്ലേ, നല്ല ഒറോട്ടിക്കൊക്കെ അരച്ച പോലെ തന്നെ അമ്മിയിൽ നല്ല രീതിയിൽ അരച്ചു. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടില്ലേ കുറച്ച്, അതിലേക്ക് നമ്മൾ ഈ അരച്ച പച്ചരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ അടയ്ക്കൊക്കെ കുഴയ്ക്കൂല, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, അപ്പം ഞാനവിടെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുപൊടി. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ കയ്യിലെടുത്തിട്ട് വെറുതെ ഒന്ന് ഉണ്ടയാക്കി ഇങ്ങനെ, വലിയ ഷേപ്പൊന്നും വേണ്ട. നമ്മൾ അധിക പേർക്കും അറിയാം, നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ പിടിക്കൂലേ, അത് വലുതായിട്ട് ഇങ്ങനെ വലുതായി പിടിച്ച് വെക്കുന്ന പോലെ. അങ്ങനെ ഒരു ഷേപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഇത് ഉരുട്ടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ വെറുതെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ഷേപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണോയെന്ന്. ഇത് മാത്രമല്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഉമ്മച്ചി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി വയ്ക്കും വൈകുന്നേരം. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കുറേ നേരം ഇതിൻ്റെ മധുരം നമ്മളെ വായിൽ നിന്ന് പോവുകയില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉമ്മച്ചി മിസ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ജന്മം ഉമ്മച്ചി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തരില്ലല്ലോ അല്ലേ, കഴിഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ ഉമ്മച്ചി, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഉമ്മച്ചീൻ്റെ ബീഫ് കറി അടിപൊളി. അപ്പം ഞാൻ ഇതൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടെ. ഇത് ഉരുട്ടിയെടുത്തിട്ട് ഞാൻ അപ്പച്ചെമ്പിൽ ആവിക്ക് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇത് നല്ല രീതിയിൽ വെന്തിന്. അപ്പോൾ ഇതിന് കുറച്ച് സാധനങ്ങളും കൂടി വേണം. വേണ്ടത് നമ്മളെ നിലക്കടലയില്ലേ, ഇതാ ഈ നിലക്കടല വറുത്തതാട്ടോ, വറുത്ത നിലക്കടലയാണ്. പിന്നെ ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെല്ലം ഉരുക്കാൻ വെക്കട്ടെ കേട്ടോ. വെല്ലം ഉരുക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടുകടല കണ്ടോ, പൊട്ടുകടല നമുക്ക് നന്നായിട്ട്, പൊട്ടുകടലയും നമ്മൾ എടുത്ത് വെച്ച് ഏലക്കായും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇടയ്ക്ക് അതൊന്നിങ്ങനെ വായിലിട്ട് കടിക്കുമ്പോൾ, ഈ കടലയും കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആവിക്ക് എടുത്ത് കഴിഞ്ഞ ആ സാധനം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. വെന്തിട്ട് തണിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ പുക വരുന്ന കണ്ടില്ല, ശരിക്കും തണിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. പിള്ളേർ ഇവിടെ തന്നെയുണ്ട്, അപ്പോൾ അവർ ചായക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ, കുറേ ടൈമൊന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ മധുരം ആയതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുറിച്ച ശേഷം ഇത് കണ്ടോ, കുഞ്ഞായിട്ട് ഞാൻ മുറിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഉരുക്കിയ വെല്ലം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലം ഉരുക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, വെല്ലം നന്നായിട്ട് കേട്ടോ. വെല്ലം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താക്കണം, അടുത്ത സാധനങ്ങളൊക്കെ ഇടണം കേട്ടോ. ഞാനപ്പോൾ തേങ്ങ ചിരണ്ടിയത് ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു അരമുറിയോളം തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ 4 ബെല്ല കേട്ടോ ഞാൻ ഉരുക്കിയത്.
മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. എനിക്ക് മധുരം ഈ ബെല്ലം മധുരം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഞാൻ ഇടുന്നത് നമ്മൾ പൊടിച്ച് വെച്ച നിലക്കടലയും ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ബെല്ലത്തിൻ്റെ മധുരം ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് മാത്രമല്ല പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ സ്വതുവേ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തത്, അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഈ മധുരം ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ വെല്ലത്തിൻ്റെ അല്ല, എനിക്ക് പഞ്ചസാരേൻ്റെ ഒന്നും അങ്ങനത്തെ മധുരം ഓവർ മധുരം കഴിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇത് വെല്ലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ഞാൻ ചായ വയ്ക്കുമ്പോൾ മധുരമൊന്നും ഇടൂല, കാരണം ഇതിൻ്റെ മധുരം തന്നെ അതിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബെല്ലമൊക്കെ മുറിച്ച് വെച്ചതിലേക്ക് ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ നമുക്കൊരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്ത് എൻ്റെ കുഞ്ഞുമക്കളെ ഇപ്പം വരുന്ന സ്മെല്ല് വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അത്രയ്ക്കും അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി മധുരവും എല്ലാം കൊണ്ട് എന്താ പറയുക പറയാം, അത്രയ്ക്കും ടേസ്റ്റ് കേട്ടോ. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പഴയ ആദ്യം ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിൽ നിൽക്കുക കണ്ടോ. അപ്പം മെല്ലൊക്കെ ഇതിൽ പിടിച്ചു, നല്ല ടേസ്റ്റായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിൻ്റെ കൂടെ ഒരു മധുരമില്ലാത്ത കാപ്പിയും കൂടി ആയാൽ അടിപൊളിയാട്ടോ. അപ്പം പിള്ളേർ പിന്നെ പുറത്തിരിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയോ ഏട്ടനും അനിയനും കൂടി. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് ഇറക്കി വെച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്നാൽ ശരി കേട്ടോ, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.